ചേട്ടൻ വന്നപ്പോൾ കുറച്ച് പേര് സ്റ്റേജിന്റെ ബാക്കിൽ വന്ന് ചേട്ടനോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു. ചേട്ടൻ പാട്ട് പാടില്ലേ, ഇയാൾ പാട്ട് പാടുന്ന ആളല്ലേ എന്ന് കുറെ കുട്ടികളൊക്കെ വന്ന് ചോദിക്കുന്ന കണ്ടു. അത് ദാസേട്ടനും സാഞ്ചേട്ടനും താടിയുള്ളത് കൊണ്ട് പെട്ടെന്ന് കുട്ടികൾക്ക് കണ്ടാൽ കുറച്ചൊക്കെ മാറിപ്പോകും. പക്ഷെ അറിയില്ല, ഞങ്ങൾ നാട്ടുകാരനും കൂടിയാ. അതെ, അപ്പം ദാസേട്ടൻ പാടിയ നല്ല കയ്യടിയായിരിക്കും, ചേട്ടൻ പാടിയാലും നല്ല കയ്യടിയായിരിക്കും, കൈക്കിടെ ചേട്ടൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നേരെ ചൊവ്വയുള്ള പാട്ടിലേക്ക് പാടാൻ നിൽക്കണം. നമുക്ക് എല്ലാ ഭാഷയും ഇടത്തു നിന്ന് വലത്തോട്ടാണ്, അറബി ഭാഷ മാത്രം വലത്തു നിന്ന് ഇടത്തോട്ടാണ്. ഇടത്തു നിന്ന് വലത്തോട്ടുള്ള മലയാള ഭാഷ വലത്തു നിന്ന് ഇടത്തോട്ട് തിരിച്ചു പാടുകയാണെങ്കിൽ കേൾക്കാൻ ഇവർ തയ്യാറായിരിക്കും. നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഒരു സ്ഥലം നമ്മൾ കേന്ദ്രം കടന്നാണ് വീണ്ടും കേരളത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. അതെ. അപ്പം നമുക്ക് ഏത് പാട്ടാണ്, ഭക്തി നിർഭരമാണോ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഒരു തനിമയോടുകൂടി? ഏതാണ് പാടാൻ പറ്റുന്നത്? ആദ്യം പാടിക്കോളൂ. ഏത് ഇഷ്ടമുള്ളത് നോക്കാം. ഇപ്പൊ ബ്ലാക്ക് ആയിട്ടുള്ള നമ്മുടെ ടീംസ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ നമ്മുടെ പ്രേമം സിനിമ ഇറങ്ങിയതിന് ശേഷം അല്ലേ, അതിന്റെ ഒരു കരുത്ത് നിങ്ങളുടെ അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ബ്ലാക്ക് അല്ല എന്നൊക്കെ പറയില്ല. 50 വയസ്സ് കഴിഞ്ഞാൽ നിശാന്തത എന്ന് പറയുന്ന ഒരു അസുഖം എല്ലാവർക്കും ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെ പറയാം. ബ്ലാക്ക് എന്ന് പറഞ്ഞത് എല്ലാ സ്ഥലങ്ങളിലും ഒരു ഗ്രൂപ്പിന്റെ ഒരു പ്രളയം ഉണ്ടായിരുന്നു. ചില സമയങ്ങൾ മണ്ഡലവ്രത കാലത്താണ് നമ്മളത് കൂടുതൽ കാണുന്നത്. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇന്നതൊരു ഫാഷനായിട്ട് നമ്മൾക്ക് മാറുന്നു. അത് ഇഷ്ടപ്പെടുന്നു, എല്ലാവരും അനുകരിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളും നിങ്ങളും ഒരുമിച്ച് തുടങ്ങാം. അപ്പൊ നമുക്ക് അനുരാഗ വിലോചന എന്നുള്ള പാട്ട് നമുക്ക് തിരിച്ചു പാടാം. ഒരു ഭക്തി നിർഭരമായ ഒരു സാധനം അത് ഇട്ടിട്ട് അങ്ങോട്ട്. അതന്നെ ആദ്യം ഏതാ പാടണെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ പറയുവാരുകുനെ നീ നമ്മെ കാണിക, തീച്ചേരന്താമസിളത്തു കച്ചബിയിൽ കലമ തീർച്ച പറയുവരുകുനെ നീ നമ്മെ കാണിക എന്നാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അനുരാഗ വിലോചനായി ഘരനാനുവിയാന ചലോവി റെല്ലതിമായാന ദഹിമോ ലേ മേട്ടി ബക്കുൽനി നോന്ദ്രജോ കടന്തി ഇളനായില ഭയങ്കര ഇളുതാൻ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി അണ്ണാറ കണ്ണാവാ ഇണ്ണാക്കറണ്ണാവാ ലവാപ്പൂ തങ്ങാച്ചം വേണ്ടാക്കൂ, ഇണ്ണാക്കറണ്ണാവാ ലവാപ്പൂ തങ്ങാച്ചം വേണ്ടാക്കൂ, ഇണ്ടവാവു ഇൽമേവാരു ഉണക്കൽ തന്നരപ്പു താത്ത ലങ്ങേന എന്റെ വിഷുപാലു പുള്ളവൈ ഞാണഞ്ഞപ്പിക്കാക്കിന്നേന ലൊരിക്കാം ഞാൻ നംനോ പോ തിങ്കാഴ്ച, ചൊവ്വാഴ്ച. തിങ്ങാച്ച എന്ന് പറഞ്ഞ ചങ്ങാതി എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന വയസ്സായ ആളുകൾക്ക് വേണ്ടി മംഗസം മംഗസം നിവേത്രീ മംഗസം രംഗാശ്രടും പാദമമ്യ പെരിയാറെ ും പാളി മനോ ലാനിലേ വെയിട്ടീണ്ടി ചൂണുതണുതയിൽ ആലുവ പുഴയുടെ തീരത്ത് വാളുവാഴുവയുടെ തേര തീരുവോ അല്ലാമി തേരാനെ നംണം നീ തേണി തേടി തരുന്നു വഴിങ്കർ മാറ്റേക്ക തെറി പറഞ്ഞു അതിന്റെ ഇടയില് ലിങ്കർ മാറ്റേക്ക മാർഗഴിക്കാറ്റ്. അങ്ങനെയാണ് ഞാനടുത്ത് എന്നെ എന്തോ തെറി പറഞ്ഞാന്നുള്ളത്. ഇനി ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മറുപടി പറയാൻ തയ്യാറാണെങ്കിൽ ചോദിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഗിന്നസ് ബുക്കിൽ കയറാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ മലയാളികൾക്ക് അറിയാവുന്ന വാക്കുകളാണ് ഈ പഴഞ്ചൊല്ല്. പ്രത്യേകിച്ച് അതിനകത്തൊരു നർമ്മമുണ്ട്. അതൊരു കർമ്മമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് രമേശ് പിഷാരടി വരികയും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ പഴഞ്ചൊല്ലിലൂടെയാണ് മറുപടി പറഞ്ഞത്. അപ്പൊ ആ ദിവസത്തിന്റെ ഒരു ഭാഗം നമുക്ക് കാണാം. ഇവർക്ക് സമർപ്പിക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്റെ പേര് ഉണ്ണി. ഉണ്ണിയെ കാണുമ്പോൾ അറിയാടാ ഊരിലെ പഞ്ഞം. ഞാനിവിടെ വന്നതേ കാള വാല് വെക്കുമ്പോൾ അറിയാതെ ഒന്നിനല്ല രണ്ടിനല്ല ഡേഷനാണ്. എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട് നീ ഇരുന്നു. പക്ഷെ ഇരുന്നിടം കുടിക്കരുത്, നനഞ്ഞിടം മാന്തരുത്, തോളത്തിരുന്ന് ദൈവത്തോടത്ത് എന്റെ ചെവി തിന്നരുത്. ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലാണല്ലോ. പഴഞ്ചൊല്ലി പതിരില്ല മോനെ. പഴഞ്ചൊല്ലി പഴമില്ലേ? പഴവും പപ്പടവും പായസവും അല്ല, പഴഞ്ചൊല്ലി പതിരില്ല. എന്താ ചേട്ടന്റെ പേര്? പാലം കിടക്കോളം നാരായണൻ, പാലം കിടന്നപ്പോ കൂരായണൻ. മനസ്സിലായില്ല. എന്റെ പേര് നാരായണൻ, ഭാര്യ വിളിക്കുന്നത് കൂരായണൻ. അപ്പൊ കല്യാണം കഴിച്ചാണോ? ഒരു വെടിക്ക് 2 പക്ഷി. 2 കല്യാണം കഴിച്ചു. എന്നിട്ട് ഒന്നിച്ചാണോ താമസം? അല്ല, ഒരു മുറ്റം 2 പുര. അപ്പൊ ചേട്ടൻ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം, ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണോ ഇഷ്ടം? അക്കരെ നിൽക്കും ഇക്കരപ്പ ചെന്നു ഒന്നും, ഇക്കരെ നിൽക്കും എനിക്ക് അക്കരപ്പ ചെന്നു. അപ്പൊ ഈ ഭാര്യമാരെ ചേട്ടനോട് എന്ത് പറയും? 2 പഞ്ചി കാലിയോട്ടെന്ന് പറയും. കളസം കയറി പോലെ. കളസം മാത്രമല്ല, പുതിയ ബർമുട ഉൾപ്പെടെ. ചേട്ടന്റെ ഈ ഭാര്യമാരുടെ പേരെന്തൊക്കെ ചേട്ടാ? ഇരുന്ന കാൽ മൂദേവി, നടന്ന കാൽ ശ്രീദേവി. ഈ മൂദേവി ആളെങ്ങനെയാ? ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തിപ്പൂവെന്ന് പറയുള്ളടാ. ഞാൻ കേട്ടത് പാവാന്നാ. അണ്ടിയോട് എടുക്കണം, മാങ്ങട പുളിയറിയണോ? അടുത്തിട്ടുണ്ടോ ചേട്ടൻ? 1 അല്ല 2 അല്ല, ഒരുപാട് തവണ. അവനെ ചേച്ചിനൊന്ന് പുറത്തേക്ക് വിളിക്കാവോ? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചക്ക് എന്താണ് കാര്യം? ഒന്ന് കാണാൻ വേണ്ടി ചേട്ടാ. പാവപ്പെട്ട മരുന്ന് കിട്ടിയത് പണക്കാരൻ തട്ടിക്കൊണ്ടു പോകരുത്. ഈ ശ്രീദേവി ചേച്ചിനെ പുറത്ത് കാണുന്നില്ലല്ലോ. പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി. പിന്നെയും ഗർഭിണിയായോ? അണ്ണാമൂത്താലും മരങ്കേറ്റം മറക്കുവോ? ചേട്ടൻ അത്ര വലിയ അണ്ണാനൊന്നും പറയണ്ട. ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു. പക്ഷെ ഇപ്പുറത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലല്ലോ. ചാഞ്ഞമരത്തിലല്ലടാ ഓടിക്കയറാൻ പറ്റുള്ളൂ.
ഇതിന് മാത്രം പഴഞ്ചൊല്ലി പറയാനായിട്ട് ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്ത് അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത്. മനസ്സിലായില്ല. അച്ഛൻ തെങ്ങേറ്റം അമ്മ വരമ്പത്ത് പാടത്ത് പണിക്ക് പോയി. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? താടിക്ക് തീ പിടിച്ചപ്പോ ബീഡി കത്തിക്കാൻ നോക്കിയതാണ് പുകഞ്ഞു പോയി. പുകഞ്ഞ കൊള്ളി പുറത്തു. ചേട്ടൻ്റെ അച്ഛനും ഒന്നിച്ചു പഠിച്ചതാ. എങ്ങനെ? ചേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനൊക്കെ ഒന്നിച്ചു പഠിച്ചതാ. നിന്റെ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അതല്ലേലും അങ്ങനെയാ. എന്താ ഏട്ടാ? ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തും. ചേട്ടൻ എന്നെ കുറ്റം പറയൊന്നും വേണ്ട. ചേട്ടൻ്റെ മകനുണ്ടല്ലോ, അവൻ ദുബായിക്ക് പോയിട്ട് എന്തോ ആയി. കഷ്ടകാലത്തിന് തലമുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്തെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ മസ്ത. ചേട്ടന്റെ മകനായതുകൊണ്ട് പറയല്ല, ചേട്ടൻ്റെതായ യാതൊരു ക്വാളിറ്റീസും അവന് കിട്ടിയിട്ടില്ല. മത്ത കുത്തിയ കുമ്പളം അല്ല ചേട്ടനോട് ഇല്ലെങ്കിൽ ഇച്ചിരെങ്കിലും വേണ്ടേ? ഉപ്പോളം വരുമ്പോടെ ഉപ്പിലിട്ട് ചേട്ടന്റെ മുഖച്ചായെങ്കിലും കിടന്നു. മുഖം നന്നാകത്തിന് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ചേട്ടൻ മക്കളെ പട്ടിനെ ഒന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല. പുറത്ത് കിട പട്ടി എന്നെ കണ്ടിട്ട് കുരച്ചില്ല, കടിച്ചില്ല. വർഗസ്നേഹം. കുരക്കണ പട്ടി കടിക്കാറില്ല, കടിക്കണ പട്ടി കുരക്കാറില്ല. അത് നന്നായി. അല്ലെ കല്യാണം വിളിക്കാൻ വന്ന എന്നെ പട്ടി അടിച്ചേനെ. കല്യാണം കഴിക്കാൻ പോണം നിന്നോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താ? വാടിയ പൂച്ച ഓടിയാലും ചൂടിയ പൂച്ച ഓടരുതേ. അവർക്ക് എന്റെ മുഖം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിച്ചേരുന്നതാ. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധനാ. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ ഒരു സത്യസന്ധനാ. എങ്ങനെ മനസ്സിലായിട്ടാ? സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ്. ഓ വിശേഷം എവിടുന്ന്